അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സീഡ് കുടുംബാംഗങ്ങൾ, അള്ളാഹുവിൻ്റെ ഭവനങ്ങളുമായുള്ള നമ്മുടെ സാമീപ്യം, നമുക്ക് റബ്ബ് തന്ന ഈമാൻ അത് നിലനിൽക്കുന്നു എന്നതിൻ്റെ അടയാളം കൂടെയാണ്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഇദാ റഅയ്തുമുർ റജുല യതആഹദുൽ മസ്ജിദ ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ, ഒരാൾ നിത്യവും പള്ളിയിൽ പോകുകയും നിസ്കരിക്കുകയും ജമാഅത്തുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് കണ്ടാൽ അദ്ദേഹത്തിന് ഈമാനുണ്ട് എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചോളൂ എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. പരിശുദ്ധ റമളാനിൽ നോമ്പ് നോൽക്കാൻ നിയ്യത്ത് വെക്കുന്നതോടൊപ്പം 5 വഖത്ത് ഫർള് നിസ്കാരം അത് പള്ളിയിൽ വെച്ച് ജമാഅത്തായി തന്നെ ഞാൻ നിർവഹിക്കും എന്ന ഒരു നിയ്യത്തും കൂടെ നമ്മൾ കരുതുന്നത് ജീവിത വിജയത്തിന് അനിവാര്യതയാണ്. ബനൂ സലം ഗോത്രക്കാർ മദീനത്ത് പള്ളിയുടെ ദൂരെയുള്ള ആൾക്കാരാണ്. പള്ളിയുടെ അടുത്തേക്ക് താമസം മാറാൻ തീരുമാനിച്ചപ്പോൾ അവരോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ദിയാറുക്കും തുക്തബു ആസാറുക്കും, നിങ്ങളുടെ ദൂരെയുള്ള വീടുകൾ അത് നിങ്ങൾക്ക് അവിടെ നിന്ന് നിസ്കാരത്തിനും മറ്റും പള്ളിയിലേക്ക് നടന്നു വരൽ കൊണ്ട് യാത്ര ചെയ്യൽ കൊണ്ട് പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും, അത് നിങ്ങൾക്ക് വലിയ ഉപകാരപ്രദമാണ് എന്ന സന്ദേശമാണ് നൽകുന്നത്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബിയെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും ദൂരെയുള്ള വീട്ടുകാരനാണ്. എല്ലാ ജമാഅത്തിനും കൃത്യമായി പള്ളിയിൽ പങ്കെടുക്കും. ഒരു വാഹനം വാങ്ങിക്കൂടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ നടത്തം കൊണ്ട് തിരിച്ചുപോക്ക് കൊണ്ട് എനിക്ക് റബ്ബിൽ നിന്ന് പ്രതിഫലമാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പള്ളിയിൽ പോയി കൃത്യമായി നിസ്കരിക്കുന്നതിന് തയ്യാറായി അതിനുവേണ്ടി നടക്കുന്ന, യാത്ര ചെയ്യുന്ന, അതിനെ കാത്തു നിൽക്കുന്ന ഓരോ നിമിഷത്തിനും വലിയ പ്രതിഫലം നൽകപ്പെടുന്നുണ്ട്. നമ്മുടെ ദറജ വർദ്ധിക്കാനും സംഭവിച്ചു പോയ തെറ്റുകൾ പൊറുപ്പിക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും ഒരു യഥാർത്ഥ സത്യവിശ്വാസി എന്ന ഐഡൻറ്റിറ്റി നിലനിർത്താനും എപ്പോഴും അള്ളാഹുവിൻ്റെ ഭവനങ്ങളുമായി ഒരു ബന്ധം സത്യവിശ്വാസികളായി നമുക്കുണ്ടാകേണ്ടതുണ്ട്. പുരുഷന്മാർ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുകയും സ്ത്രീകൾ അവരുടെ വീടകങ്ങളിൽ കൃത്യനിഷ്ഠതയോട് ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഒരു യഥാർത്ഥ അടിമയാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.